കർണാടകയിലും മറ്റും കണ്ടതുപോലെ മൂപ്പിള തർക്കം നേതൃത്വത്തിന് വേണ്ടിയുള്ളത് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെ ഡേറ്റയുടെ കൂട്ടത്തിൽ നമ്മൾ കണ്ടതാണ് സർവേയിൽ ഏറ്റവും പ്രിഫറബിൾ ചീഫ് മിനിസ്റ്ററായിട്ട് കണ്ടത് വി.ഡി. സതീശന് UDFന് കിട്ടിയ 42%-ൽ 21% വി.ഡി. സതീശന് അനുകൂലമാണ്. ബാക്കിയുള്ളവരൊക്കെ വളരെ വളരെ താഴെയാണ്. അതിൽ നിന്ന് തന്നെ ജനകീയത സതീശന് അനുകൂലമാണെന്ന് കാണുന്നുണ്ട്. വേണുഗോപാലിനൊക്കെ വളരെ നെഗ്ലിജിബിളായിട്ടേ ഉള്ളൂ. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ഉള്ളം കൈയിലാണ് വേണുഗോപാലിൻ്റെ രാഷ്ട്രീയവും ആ ഗ്രൂപ്പിൻ്റെ ശക്തിയും എന്നുള്ളത് കൊണ്ട് ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ ഒരുപക്ഷെ വേണുഗോപാലിനെ പോലെ മറ്റാർക്കും കഴിയില്ല. ഇവിടെ ഞാൻ മറ്റൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഫെഡറൽ രാജ്യം എന്നുള്ള നിലയിൽ ദേശീയ രാഷ്ട്രീയം പോലെ സംസ്ഥാന രാഷ്ട്രീയവും പ്രസക്തിയുള്ളതാണ്. മഞ്ജുഷ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ ഇടയ്ക്ക് MLA ആകും, അത് കഴിഞ്ഞ് പാർലമെൻറ്റിൽ പോകും, അത് കഴിഞ്ഞ് വീണ്ടും അസംബ്ലിയിൽ വരും, വീണ്ടും പാർലമെൻറ്റിൽ പോകും. അവിടെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ കണ്ടത് കോൺഗ്രസിലെ 9 MPമാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം കാണിച്ചു. അത് അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ ശക്തി 99-ൽ നിന്ന് 90 കുറയുമായിരുന്നു. വാസ്തവത്തിൽ പ്രാദേശിക രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ലേ? പ്രാദേശിക നേതാക്കന്മാർ കോൺഗ്രസിന് ഇല്ലാഞ്ഞിട്ടാണോ MPമാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഈ ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ചർച്ച പോലും അനുവദിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവല്ലോ. ഇപ്പോൾ KC വേണുഗോപാൽ തന്നെ ഇടപെട്ട് ഈ ചർച്ച നിർത്തിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നുവല്ലോ. അദ്ദേഹം 2009-ലും 2014-ലും KC വേണുഗോപാൽ ലോക്സഭയിൽ എത്തുന്നു. 2019-ൽ അദ്ദേഹം മത്സരിക്കാതെ മാറി നിൽക്കുന്നു. പിന്നെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. ശരിക്കും ഈ വർഷം 2026 വരെ അദ്ദേഹത്തിന് രാജ്യസഭാ അംഗത്വമുള്ളതാണ്. അതിനിടയിലാണ് രാജ്യസഭാ അംഗത്വം വേണ്ടെന്ന് വെച്ച് അദ്ദേഹം വീണ്ടും 2024-ൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ സീറ്റ്, രാജ്യസഭാ സീറ്റ് BJPക്ക് കിട്ടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ് ഇപ്പോൾ അക്കരപ്പച്ച രാഷ്ട്രീയം പയറ്റുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശരിക്കും ഇതൊരു അക്കരപ്പച്ച രാഷ്ട്രീയം എന്ന് തന്നെ പറയാമല്ലോ KC വേണുഗോപാലിൻ്റെ ഈ മോഹം. തീർച്ചയായിട്ടും. അല്ല, ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാര് അവര് ദില്ലിയിൽ എത്രമാത്രം അവർക്ക് ശക്തി ഉണ്ടാക്കാൻ പറ്റിയാലും അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനങ്ങളിൽ എത്താൻ പറ്റിയാലും അവരെപ്പോഴും അവരുടെ ഒരു കണ്ണ് കേരളത്തിൽ തന്നെ ആയിരിക്കും. അത് 1977-78 കാലഘട്ടത്തിൽ CM സ്റ്റീഫൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം 1965-ൽ തന്നെ PT ചാക്കോയുടെ മരണത്തിന് ശേഷം R ശങ്കറിൻ്റെ കോൺഗ്രസിലുള്ള ആ പ്രതാപം നഷ്ടപ്പെട്ടതിന് ശേഷം 65-ലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഒരു ഔദ്യോഗിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു CM സ്റ്റീഫൻ. പക്ഷേ 65